CPM എന്ന പാർട്ടിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അവരുടെ മീറ്റിങ്ങുകളിലും ഒക്കെ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം ഭരണത്തിൽ ഇരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട്, മറ്റ് ലോക്കൽ ഫണ്ടുകൾ, അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് ഒക്കെ തന്നെ സഖാക്കൾ വ്യാപകമായി അടിച്ചുമാറ്റിയതായി, അനർഹർ എന്തിന് ക്ഷേമനിധി പെൻഷൻ പോലും അടിച്ചുമാറ്റിയതായി, കർഷകർക്കുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വരെ ഇവിടെ കോടീശ്വരന്മാർ അടിച്ചുമാറ്റിയതായുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ 10 വർഷമായി റെഗുലറായി സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബക്കറ്റ് പിരിവുമായി ഇറങ്ങിയിരിക്കുകയാണ് സഖാക്കൾ. ആളും തരവും നോക്കുന്നില്ല. വഴിയിൽ കൂടെ പോകുന്ന ഭിക്ഷക്കാരോട് വരെ, പാവപ്പെട്ടവരോട് വരെ, ഗതിയില്ലാത്തവരോട് വരെ ബക്കറ്റും സ്റ്റിക്കർ ഒട്ടിച്ച ബക്കറ്റുമായി ചെന്ന് പിരിവ് വാങ്ങുകയാണ്. ഈ ബക്കറ്റ് പിരിവിൻ്റെ ഒരു പ്രത്യേകത, ഈ ബക്കറ്റ് പിരിവിന് ഒരു ചരിത്രമുണ്ട്. നമ്മൾ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. വെറുതെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. കൃത്യമായി കണക്കില്ലാതെ പിരിച്ചെടുക്കാം, റെസിപ്റ്റ് കൊടുക്കണ്ട. ഈ പിരിക്കാൻ പോകുന്നവർക്ക് അതിനകത്തുനിന്ന് കൈയിട്ട് വാരിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുവേണ്ടി 2-3 ടീമുകളായിട്ട് ബക്കറ്റ് പിരിവ് പണ്ട് മുതലേ നടത്തുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു രീതി പാർട്ടിക്കുണ്ട്. ഇടക്കാലത്ത് അത് കുറച്ച് കുറവായിരുന്നു, കാരണം അല്ലാതെ പൈസ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ പണം കിട്ടാത്തത് കൊണ്ട് ബക്കറ്റ് പിരിവ് നടത്തുന്നത് തുടരുകയാണ്. എല്ലായിടത്തും കയറി ഇറങ്ങിയാണ്. ഒരു ചിത്രം കണ്ണിൽപ്പെട്ടു, സമൂഹ മാധ്യമത്തിൽ വന്നതാണ്. പാവം ഒരു വയോധിക, അവർ പേരയ്ക്ക വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ അടുത്ത് ചെന്ന് ബക്കറ്റ് പിരിവിൽ പണം ഇട്ടിട്ട് അവരെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ചിലപ്പോൾ ക്യാപ്ഷനും കൊടുക്കുമായിരിക്കും, പാവപ്പെട്ടവർ എന്നും പാർട്ടിയോടൊപ്പം എന്ന് പറഞ്ഞ് ഒരു ക്യാപ്ഷനും കൊടുക്കുമായിരിക്കും. പാവപ്പെട്ടവർ പേടിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ട് ഇവർ ചോദിക്കുന്ന പൈസ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 100 ഇട്ടാൽ 500 ചോദിക്കും, 500 ഇട്ടാൽ 1000 ചോദിക്കും. ആദ്യം തന്നെ 500 1000-ൻ്റെയൊക്കെ നോട്ട് അതിനകത്ത് നേരത്തെ ഇട്ട് വയ്ക്കും. അതിലൊരു കണക്കുണ്ടാവും. അത് ഈ സഖാക്കൾ പോക്കറ്റിൽ നിന്ന് ഇട്ട് വെക്കുന്നതാണ്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ നാട്ടുകാരൊക്കെ 500-ഉം 1000-ഉം 2000-ഉം 2000-ന് നോട്ടിപ്പോൾ ഇല്ല കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ കൊടുത്തു കാണും എന്ന് വിചാരിച്ച് അത് ഒരു മാനസികമായി ഒരു പരിവർത്തനം നടത്തി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം അപഹരിക്കുന്ന അല്ലെങ്കിൽ പിരിച്ചെടുക്കുന്ന രീതിയുണ്ട്. പിന്നെ വിരട്ടി ഭീഷണിപ്പെടുത്തി ഇടണ പൈസ എന്നൊക്കെ പറഞ്ഞ് പിരിക്കുന്ന രീതി നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും കേട്ടോ. അതുപോലെ സാധാരണക്കാരായ ആളുകളുടെ അടുത്താണ് കൂടുതൽ ചെല്ലുന്നത്. അങ്ങോട്ട് ചെന്ന് അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആദ്യം ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല, അല്ലെങ്കിൽ ഇത് കിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി അധികാരത്തിൽ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് അത് തരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആരാണ് എന്ന് പോലും ചിലപ്പം പാവപ്പെട്ടവർക്കോ വയസ്സായവർക്കോ ഒന്നും പെട്ടെന്ന് ഓർമ്മ കാണില്ല. അവർ കാണുമ്പോഴേ അങ്ങ് ഇട്ടുകൊടുക്കും പൈസ. ബക്കറ്റ് പിരിവ് വ്യാപകമാണ്. പിരിവ് മോശമൊന്നുമല്ല. ഒരു പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ പണം വേണം. പക്ഷെ ഓർക്കുക, ഈ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ ഒക്കെ തന്നെ ചേർന്ന് വെട്ടിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തതിൻ്റെ ലെവിയായിട്ട് ഈ ഒരു പണം ഈടാക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഈ എല്ലാവരും ലെവി കൊടുക്കണം, പാർട്ടി ലെവി കൊടുക്കണം. അതായത് അവനവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ, അതിപ്പോൾ MP ആയാലും MLA ആയാലും ഒക്കെ തന്നെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം ലെവിയായി പാർട്ടിയിലേക്ക് അടയ്ക്കണം. അപ്പം വീണ വിജയനോട് ലെവി അടയ്ക്കാൻ പറയാനുള്ള ധൈര്യം ഈ ബക്കറ്റുമായി ഇറങ്ങുന്ന സഖാക്കൾക്ക് ഉണ്ടോ എന്ന് ഈ ചിത്രം കണ്ടപ്പോൾ ചോദിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറാനും വയസ്സായവരെയും ക്ഷീണിതരെയും രോഗമുള്ളവരെയും ബുദ്ധിമുട്ടിലാകുന്നവരെയും തൊഴിൽ ഇല്ലാത്തവരെയും ഒക്കെ വിരട്ടി പണം വാങ്ങാൻ എളുപ്പമാണ്. പക്ഷേ വീണ വിജയനോട് ഈ 2,78,00,000 രൂപയുടെ എത്ര ശതമാനമാണ് ലെവി എന്ന് വെച്ചാൽ ആ ലെവി വാങ്ങി പാർട്ടി ഫണ്ടിലേക്ക് ചേർക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? വീണ ശരിക്കും കൊടുക്കേണ്ടതാണ്. കാരണം എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് AKG സെൻ്ററാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ പാർട്ടിയുടെ സ്വന്തമാണ്. അപ്പം വീണ നേടുന്ന അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ലെവിയായി പാർട്ടിയിലേക്ക് അടയ്ക്കാൻ അവർ ബാധ്യസ്ഥയാണ്. പാവപ്പെട്ടവൻ്റെ കുത്തിനു പിടിച്ചും പേരയ്ക്ക വിറ്റ് നടക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെ പിഴിഞ്ഞും ഒന്നുമല്ല ബക്കറ്റ് പിരിവ് നടത്തേണ്ടത്. ഇനിയും ബക്കറ്റുമായി ഇറങ്ങുമായിരിക്കും. ചുവന്ന ബക്കറ്റാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. നടക്കട്ടെ കാര്യങ്ങൾ, പിരിവ് ഗംഭീരമായി നടക്കട്ടെ.